മിൽക്കി മിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ വർഷവും 2024 മേടമാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? വിഷു തന്നെയാണ് അല്ലേ? ഏറ്റവും നല്ലൊരു ഫെസ്റ്റിവലാണ് വിഷു എന്ന് പറയുന്നത്. വിഷു പുലരിയെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാര്യം ഇത് ഇപ്പോൾ മേടം ആകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൊന്നമരങ്ങളെല്ലാം പൂത്ത് നല്ല മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സീസണെ വരവേൽക്കാനായിട്ട് റെഡിയായി കഴിയും. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് ഈ ഒരു സമ്മർ പീരീഡാണ് ഇങ്ങനത്തെ എല്ലാ ഫെസ്റ്റിവൽസും വരുന്നത്. നമ്മുടെ സമ്മർ ഹോളിഡേയ്സ് ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ട എല്ലാ വിശേഷങ്ങളും, ഇപ്പോൾ ഈസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ഈദാണെങ്കിലും അതുപോലെ തന്നെ വിഷു ആണെങ്കിലും ഒക്കെ ഒരു സമ്മർ വെക്കേഷൻ സമയത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല സൂര്യൻ ഇങ്ങനെ എന്താ പറയുക, ഏറ്റവും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് വേനൽ ചൂടിൽ. ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് അത്രയും നല്ല വേനലിലാണ് ഈ കൊന്നപ്പൂവൊക്കെ വിരിയുന്നത്. അത് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു കണക്ഷനുണ്ട് സൂര്യഭഗവാനുമായിട്ട് കൊന്നപ്പൂവിന്, ആ കളറും ഒക്കെ ആയിട്ട്. എന്ത് ഭംഗിയല്ലേ. വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത് നമ്മുടെ വിഷുക്കാല ഓർമ്മകൾ. എനിക്കെല്ലാം എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും, അതുപോലെ എല്ലാവർക്കും ഓർമ്മ വരും. പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ കുട്ടികൾക്ക് ഓർമ്മിക്കാനായിട്ട്, മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഇത്തരം ആചാരങ്ങളൊക്കെ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഫെസ്റ്റിവൽ സീസണിലെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് വിഷു കണി കാണുന്നതാണ്. രാവിലെ അമ്മ കണ്ണ് പൊത്തി കൊണ്ടുപോയി നല്ല ഐശ്വര്യമുള്ള കാഴ്ച ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങനെ ഒരുക്കി വയ്ക്കുന്നതും വിഷു കണി വെച്ചിരിക്കുന്നതും അതെല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ ആദ്യം വരും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഷുക്കൈ നീട്ടം വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണവന്മാരുടെ കയ്യിൽ നിന്നും വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുന്നു. ചെറിയ നാണയം തൊട്ട് തുടങ്ങുന്നു. ഇപ്പോൾ അതൊക്കെ കൂടി ചിലപ്പോൾ നാണയത്തിലായിരിക്കില്ല നിൽക്കുന്നത്. പല തരത്തിലുള്ള വിഷുക്കൈ നീട്ടം കിട്ടാറുണ്ട്. പിന്നെ പുതുവസ്ത്രം വാങ്ങുന്ന രീതിയുണ്ട് പല സ്ഥലങ്ങളിലും, പുതുവസ്ത്രം. അതോടൊപ്പം പിന്നെ വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ സദ്യവട്ടങ്ങളും വിഷുസദ്യ, ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് വിഷുസദ്യയും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളും ഇപ്പോൾ മാജിക് അവനും ഈ ഒരു വിഷുക്കാലം അതുപോലെ തന്നെ ഈ വിഷു പുലരിയും ഒക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ വിഷു ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ. അതുകൊണ്ട് എന്താ ചെയ്യുക, അല്ലെ ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന പായസമാണല്ലോ. അപ്പോൾ പായസത്തിൽ തന്നെ നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഈ പായസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എത്രയോ പായസം ഉണ്ടാക്കി കഴിഞ്ഞാലേ മാജിക് അവനിൽ വർഷങ്ങളായി നമ്മൾ വിഷുവും ഓണവും എല്ലാ ഫെസ്റ്റിവൽസും ഈദും പിന്നെ എന്താ പറയുക ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വിഷുവിനും നമ്മളൊരു പായസം, ഈ പായസത്തിനൊരു പുതുമ വേണമല്ലോ. അപ്പോൾ ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ട് പായസമാണ്. കാരണം ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടുന്നൊരു സമയമാണ്. ഈ കണി വയ്ക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെയും ഒക്കെ ഒരു ധാരാളിത്തം കാണില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫ്രൂട്ട് പായസം ആയിക്കോട്ടെ. അതുകൊണ്ട് പൈനാപ്പിൾ പായസമാണ്. പൈനാപ്പിളിൻ്റെ വ്യത്യസ്തമായ വേറെ പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും വളരെ മാറ്റത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ പൈനാപ്പിൾ പായസം. ഇതൊരു സ്പെഷ്യൽ പൈനാപ്പിൾ ആൻഡ് മാംഗോ പായസമാണ്. ഇത് പച്ചമാങ്ങ പായസമല്ല, പഴുത്ത മാങ്ങയും പൈനാപ്പിളും. പക്ഷേ പൈനാപ്പിൾ തന്നെയാണ് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത്. മാമ്പഴം രണ്ടാം സ്ഥാനത്തേക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരമാണ് ഞാനിതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൽ ശർക്കരയുമല്ല, പഞ്ചസാരയുമല്ല, നമ്മൾ പനം കൽക്കണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു മാറ്റവും കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ പൈനാപ്പിൾ ആൻഡ് മാംഗോ പായസം തുടങ്ങിയാലോ. ചേരുവകൾ: പൈനാപ്പിൾ ഒരു ഇടത്തരം സൈസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പനം കൽക്കണ്ട് 1/2 കിലോ, നന്നായി പഴുത്ത മാമ്പഴം 2 എണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, കൗഗി 5 ടേബിൾ സ്പൂൺ, തേങ്ങാപ്പാൽ രണ്ടാം പാലിൻ്റെ അളവിൽ 5 മുതൽ 6 കപ്പ് വരെ ആകാം, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചുക്കുപൊടി 1/2 ടീസ്പൂൺ. ഇനി അലങ്കാരത്തിന് വേണ്ട ചേരുവകൾ: അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, കൗഗി 3 ടേബിൾ സ്പൂൺ. ചേരുവകളെല്ലാം തന്നെ റെഡി ആയിരിക്കുകയാണ്. പൈനാപ്പിൾ ഒരു ചെറിയ പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തതാണ്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും, ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. വെറുതെ ക്രഷിങ് അല്ല, പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ പോവാണ്. അതുപോലെ പഴുത്ത മാമ്പഴം ഇങ്ങനെയുള്ള പീസസ് ആയിട്ട് മുറിക്കുന്നേ ഉള്ളൂ. അത് നമ്മൾ അരച്ചൊന്നും എടുക്കുന്നില്ല, അത് അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം.
പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. അതായത് പനം കൽക്കണ്ട് പല ഫോമിൽ വാങ്ങാൻ കിട്ടും. കുറച്ചുകൂടെ പൗഡർ ഫോമിലും കിട്ടും, കുറച്ചുകൂടെ ചെറിയ തരിയും കിട്ടും, കുറച്ചുകൂടെ വലിയ തരിയും കിട്ടും, ഈ ഒരു സൈസിലും കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഫൈൻ പൗഡറല്ല, കുറച്ചുകൂടി ചെറിയ തരികളായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനും കൂടി പോകണം. ഇത് 1/2 കിലോ ഉണ്ട് പനം കൽക്കണ്ട്. ഇനി ഇതിൽ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. നെയ്യെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ ആണ് ഉപയോഗിക്കുന്നത്. അത് എടുത്തു പറയണം, കാര്യം പ്യുവർ കൗ ഗീയിലുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കുറേ കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ നെയ്യ്. അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻ്റായിട്ട് നമ്മൾ പായസത്തിൽ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു ചെറിയ പൈനാപ്പിൾ ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടുപ്പിലേക്ക് നമ്മുടെ ഉരുളി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ആദ്യം ചേർക്കണം. അതിന് മുന്നേ കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ എടുക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നു. ഓക്കെ, ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പ്യൂറി വേണമെങ്കിൽ കുറച്ച് തരിയോട് കൂടിയും ചെയ്യാം, നിർബന്ധമില്ല. പക്ഷെ ഞാനിങ്ങനെ പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തിയെടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് അതിൻ്റെ ആ ഒരു ഒന്ന് വേഗം, ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ ആ ഒരു പ്യൂറി നല്ലതായിട്ടൊന്ന് വെന്ത് ഒന്ന് സെറ്റായി വരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആഹാ, നല്ല മണം നെയ്യുടെയും ആ പൈനാപ്പിളിൻ്റെയൊക്കെ. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മുടെ മധുരം ചേർക്കൽ. അതും നല്ല ഹെൽത്തി വേർഷനാണ്. ഇത് പഞ്ചസാരയല്ല, ഞാൻ പറഞ്ഞല്ലോ പനം കൽക്കണ്ട്. അതും പൊടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണം. കുറച്ച് തരിയുണ്ട്, ഞാൻ അങ്ങനെ ഫൈൻ പൗഡർ ആക്കിയില്ല, കുറച്ച് അങ്ങനെ. അപ്പോൾ ഇതൊന്നും ഉരുക്കിയൊന്നും ചേർക്കണ്ട, ഡയറക്റ്റായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് അത്രയും വേണ്ടി വരില്ല. ഈ പൈനാപ്പിളിൻ്റെയും മാങ്ങയും മാത്രമല്ലേ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നെയ്യും പൈനാപ്പിളും എല്ലാം കൂടി. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇങ്ങനെ പൊട്ടി അതായത് അതൊന്ന് വെന്ത് കഴിഞ്ഞു. ഓക്കെ, ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, വെന്താൽ മതി. അത് കയ്പ്പ് രസം ഇറങ്ങാണ്ടിരിക്കാനാണ് നമ്മളിതൊന്ന് വേവിക്കുന്നത്. ആ പൈനാപ്പിളിൻ്റെ ഒരു വേഗുക എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, അപ്പോൾ അതെല്ലാം ആയി. ഈ ഒരു സ്റ്റേജിൽ പെട്ടെന്നാകും കേട്ടോ. നമ്മൾ പനം കൽക്കണ്ട് പൊടിച്ചത് ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ആദ്യം ചേർക്കുന്നു. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ അളവ് വളരെ കുറഞ്ഞതുപോലെ തോന്നും ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ, പക്ഷേ അതിൽ കാര്യമില്ല, അതിൻ്റെ ഫ്ലേവറാണ് പ്രധാനം. ഒരു പക്ഷേ കഷ്ണങ്ങളായിട്ടിട്ടാൽ കൂടുതൽ കാണും. ഇതിങ്ങനെ നമ്മൾ പ്യൂറി ഫോമിൽ എടുത്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ മാങ്ങ ആഡ് ചെയ്യാനുണ്ട്, തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും മധുരം കറക്റ്റ് ആവണം. അതുകൊണ്ടിപ്പോൾ 1 കപ്പ് എന്നുള്ളതിൽ നിർത്താൻ പറ്റില്ല, നമുക്ക് 1 കപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ 2 കപ്പ് പൊടിച്ച പനം കൽക്കണ്ട് ചേർത്ത്. ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ടൊന്ന് സെറ്റായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി വരുമ്പോൾ, ഇച്ചിരി കൂടെ ഒന്ന് ആ ഒരു പാകമായി വരുമ്പോൾ വീണ്ടും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പനം കൽക്കണ്ടും പൈനാപ്പിളും നെയ്യും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ തിളച്ച് കുറുകി ഇങ്ങനെ വരുന്നൊരു പാകം. അധികം സമയമൊന്നും വേണ്ട, എല്ലാം ഒരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാകും. ഇത് നോക്കിയാൽ നല്ല കൊഴുത്തിങ്ങനെ തിളച്ച് വരിക. ഇതിപ്പോൾ 2 പഴുത്ത മാമ്പഴമാണ്. ഇങ്ങനത്തെ പീസസ് ആയിട്ടാണ്, തീരെ ഒരുപാട് ചെറുതല്ല. ഇത് ഞാനിങ്ങനെ ചേർക്കണം. ഇതിപ്പോൾ ഒരു 2 കപ്പോളം ഉണ്ടാകും മാമ്പഴത്തിൻ്റെ പീസസ്. അതും കൂടി ചേർക്കാം. അപ്പോൾ അതും കൂടി ഇതിനകത്ത് കിടക്കട്ടെ. ഇത് നമുക്ക് കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഇത് കുറച്ച് ഒന്ന് ഉടഞ്ഞു പോയാലും പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇതിങ്ങനെ കിടന്ന് ഒന്ന് വറണ്ട് വരട്ടെ. നമ്മളിപ്പോൾ മാമ്പഴം കൂടി ചേർത്തല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വന്നല്ലോ. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന പനം കൽക്കണ്ട് കൂടി ചേർക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം എടുത്ത അളവ് കറക്റ്റാണ്. 1/2 കിലോ പനം കൽക്കണ്ടും ചേർക്കും. ഒരു മീഡിയം സൈസ് പൈനാപ്പിളും 2 പഴുത്ത മാങ്ങി, അതാണ് അളവ്. ഇപ്പോൾ 1/2 കിലോ കൃത്യമായിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞു പനം കൽക്കണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരണം. അപ്പോൾ ഏകദേശം ടൈറ്റായി കഴിഞ്ഞു. ഇതേ നോക്കി. ഇനി ഇതിലേക്ക് വീണ്ടും ഒരല്പം നെയ്യ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആദ്യം ഒഴിച്ചിരുന്നു. ഇനി മിൽക്കി മിസ്റ്റിൻ്റെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കും.
നന്നായിട്ട് വറണ്ട് കഴിഞ്ഞു. ആ നെയ്യുടെ കൂടെ കിടന്നിട്ട് ഫൈനലായിട്ടുള്ള വറണ്ട വരുന്ന ഒരു ഫോമിലായി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് തുടങ്ങാം. ഓക്കെ, തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം ഒഴിക്കാം. ഇതൊരു ന്യൂട്രലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് ഒരുപാട് തിക്ക് പാലെന്ന് പറയാൻ പറ്റില്ല. രണ്ടാം പാൽ ഇച്ചിരി കൂടെ കുറുകിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പായസം മിക്സിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് കിട്ടണം. തീ ചെറുതാക്കാം. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസല്ല, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഒഴിച്ചു. ഇനി വീണ്ടും 1 കപ്പും കൂടി ഒഴിക്കും. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ 3 കപ്പ് പാലാണ് ഞാൻ ഇതുവരെ ഒഴിച്ചത്. ഇനി 1 കപ്പും കൂടി ഒഴിക്കണം. അങ്ങനെ ടോട്ടൽ 4 കപ്പ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി എല്ലാം കൂടി കിടന്ന് നല്ലൊരു തിള വരട്ടെ. ഇപ്പോൾ അതേ പായസം നോക്കിയേ, നല്ല തിളച്ചിങ്ങനെ മറിയുന്നുണ്ട്. ഇതിപ്പോൾ 4 കപ്പ് തേങ്ങാപ്പാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1-ാം പാലല്ല, 2-ാം പാൽ കുറച്ച് നല്ല കുറുകിയ രീതിയിലെടുത്തു, ഒരുപാട് തിക്കല്ല കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കും. സെയിം പാൽ തന്നെയാണ്, പല സ്റ്റേജസ് ആയിട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ കട്ടിയല്ല, ഇത് മതി. ഇനി നന്നായിട്ടൊന്ന് റെഡിയായി വരട്ടെ. ഒരു കൊഴുപ്പൊക്കെ ഉണ്ട്, ഇരിക്കുന്നതോറും കുറച്ചുകൂടി ഒന്ന് കൊഴുത്ത് വരും. ലാസ്റ്റ് വേറെ ഒന്നുമില്ല, കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം, പിന്നെ കുറച്ച് ചുക്ക് പൊടി ചേർക്കണം, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത് വിടണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പായസം ഇസ് റെഡി. അതായത് പൈനാപ്പിൾ ആൻഡ് മാംഗോ പായസം സ്പെഷ്യൽ. ഇനി ഇതിൽ ലാസ്റ്റ് ചെയ്യാൻ പോണ കാര്യം പറയട്ടെ. ഇത് കുറച്ച് ചുക്ക് പൊടിയുണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടി ചേർക്കാം. ഈ ചുക്കുപൊടി ഇടുന്നത് ഇത് നല്ല മധുരമല്ലേ, അപ്പോൾ മധുരവും പുളിയും ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനാണ്. അപ്പോൾ ചുക്കിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു എരിവ് ഉണ്ടാവില്ലേ, അത് അരാന്നുള്ളത് 1 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഏലക്കട മണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സെറ്റായി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നെയ്യ് ചൂടാക്കുന്നു, അണ്ടിപ്പരിപ്പ് കിസ്മിസ് അത് നമ്മുടെ ഇഷ്ടത്തിനിടാം. ഞാനിപ്പോൾ 50 ഗ്രാം വെച്ചിട്ടുണ്ട് ഇടുന്ന. അണ്ടിപ്പരിപ്പ് 50, കിസ്മിസ് 50 ഗ്രാം. അപ്പോൾ വറുത്തത്. അപ്പോൾ ഇതിൽ തീ ഓഫ് ചെയ്യുന്നു. പായസം റെഡി. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചാൽ ഈ ഒരു സ്റ്റേജിൽ അതാന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇതിൽ കടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് മാമ്പഴമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഓവറോൾ ഫ്ലേവർ എന്ന് പറയുമ്പോൾ അത് പൈനാപ്പിളിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി, പിന്നെ തേങ്ങാപ്പാലാണല്ലോ, അപ്പോൾ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ, മാമ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ, ആൻഡ് പൈനാപ്പിൾ ഫ്ലേവർ, അത്രയും രസകരമായൊരു പായസമായിരിക്കും. ഇനി കടിക്കാൻ കിട്ടുന്ന കാര്യത്തിൽ ഇനി മാമ്പഴം മാത്രമല്ല, കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുന്നുണ്ട്. അതോടൊപ്പം വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വേറെയും ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം, അതുപോലെ ഫിഗ്സ് ചേർക്കാം, മുറിച്ചിടാം, അതുപോലെ തന്നെ ബദാം ഇടാം, അങ്ങനത്തെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും മാത്രം. ഇനി നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാമാണ്. പാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. നിറച്ച് തരികളുള്ള നെയ്യാണ്, അതാണ് അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നത്. ഇങ്ങനെ വരുന്ന നെയ്ക്കാണ് ക്വാളിറ്റി എന്ന് പറയാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കാനായിട്ട് എടുത്തു. അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതൊരു പകുതി റെഡിയായി വരുമ്പോൾ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കിസ്മിസും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ വിഷു പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ എന്താ പറയുക, നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമല്ലേ, അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല ശുദ്ധിയോടെ വൃത്തിയായിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് പൂജാമുറിയിൽ പായസം ഉണ്ടാക്കി കൊണ്ട് വയ്ക്കും, കുറച്ച് ഭഗവാനും കൂടി നേദിച്ചിട്ടാണ് കഴിക്കാറ്. സദ്യയുടെ ഒരു പ്രധാന വിഭവമാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും വിഷുവിന് അത് വളരെ സിംബോളിക്കാണ്. ഫ്രൂട്ട്സ് ധാരാളം കിട്ടുന്നൊരു സമയം എന്നുള്ളതായിരിക്കും. അണ്ടിപ്പരിപ്പും കിസ്മിസും റെഡി. ഇനി സ്ട്രെയിറ്റ് ആ നെയ്യോടുകൂടി ഇതിലേക്ക് ഒഴിക്കും. ഇതാണ് ഒരു ഹൈലൈറ്റ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനെ വറുത്തിങ്ങനെ ഒഴിക്കുമ്പോൾ
എന്ത് ശബ്ദമാണ് അല്ലേ, ശബ്ദ കോലാഹലം. ഒരു പ്രത്യേക ഒരു എന്താ വളകിലുങ്ങുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗാണ്. ഭയങ്കര രസമാണ്. ഇതൊരു നാച്ചുറൽ സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്, നേച്ചർ തരുന്ന സൗണ്ട് പോലെ. പാചകത്തിലെ ഒരു മനസ്സിന് എന്താ പറയുക, ചെവിക്ക് നല്ല സുഖം തരുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പമുള്ള സൗണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അടങ്ങി, അത്രേ ഉള്ളൂ. അതിൻ്റെ ആ ബഹളമൊക്കെ തീർന്നു, അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കോരി കോരി കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കുന്നതോറും ഇച്ചിരി കൂടെ ഒന്ന് കുറുകും, ഒന്ന് സെറ്റാകും. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും, ഒരു പായസ പാകം എന്ന് പറയില്ല, അത് കിട്ടും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല മണവും രുചിയും ഒക്കെ ഉള്ളൊരു അടിപൊളി പായസം നിമിഷങ്ങൾ കൊണ്ട്, ഇതിനധികം സമയമൊന്നും വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹാർഡ്ലി ഒരു അരമണിക്കൂറിന് താഴെ മതി ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇത് ഞാനിപ്പോൾ രുചിച്ച് കാണിക്കുന്നില്ല, കാര്യം ഇത് നമ്മൾ വിഷുവിന് ദൈവത്തിന് നേദിക്കാൻ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഒരു സമർപ്പണത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എൻ്റെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാര്യം ഇതിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു വിഭവം ഉണ്ടാക്കി കാണിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ വിഷു ദിവസത്തിൽ ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വലിയ പാടൊന്നുമില്ല, ഒരുപാട് ചിലവൊന്നുമില്ല, തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവറിലൂടെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുദിന ആശംസകൾ.